everyone. അപ്പോൾ ഞാനൊരു പൈച്ചാമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി. അതായത് ഒന്നുമില്ല, ഈ പൈച്ചാമിൽ എങ്ങനെയാണ് നമുക്ക് എഴുതുന്നത്, എങ്ങനെയാണ് ഒരു കോഡൊക്കെ എവിടെയാണ് എഴുതുന്നത്, എവിടെയാണ് നമ്മൾ റൺ ചെയ്യുന്നത്, എങ്ങനെയാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്, ഫയലിൽ പോയി നമ്മൾ സെറ്റിങ്സിൽ എങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പം ഈ basics.py ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടാവും. സോ ഈ ഒരു basics.pyയിൽ നമുക്കിപ്പം എഴുതണമെന്നുണ്ടെങ്കിൽ, ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലൈൻ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് അറിയാലോ, പ്രിന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കാര്യങ്ങളും എഴുതുന്നത്. പ്രിന്റ് ഹലോ വേൾഡ്. ഞാൻ പല കാര്യങ്ങളും ചിലപ്പോൾ റിപ്പീറ്റ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കും. അത് നമ്മളിപ്പം ഈ വീഡിയോ കാണുന്ന സ്റ്റുഡൻസ് ഒറ്റത്തവണ കൊണ്ട് തന്നെ മനസ്സിലാക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. വളരെ കുറേ തവണ കേട്ട് കഴിഞ്ഞാൽ മെമ്മറൈസ് ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ഇതൊരു ഇതായിട്ട് പറയുന്നത്. ഓക്കെ, റിപ്പീറ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഇനി വരുന്ന വീഡിയോകളിലൊക്കെ ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അത് ഇറിറ്റേറ്റ് ആവാതെ ഇരിക്കുക. ബാക്കിയുള്ളവർക്കും നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം പലതവണ പറയുമ്പോഴായിരിക്കും അത് നമ്മുടെ തലയിലേക്ക് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? സോ ഞാനിത് റൺ ചെയ്യാനായിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ബേസിക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്ത് കിട്ടുന്നതാണ്. Ctrl+Shift+F10 അടിച്ചാലും നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും ക്ലാസ്സുകൾ ഞാൻ കാണിക്കുന്നുണ്ട്, എങ്ങനെ നമുക്ക് റൺ ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഓവറോൾ ഈ പൈച്ചാമിനെ അത് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ റൺ ചെയ്യുമ്പോൾ എനിക്ക് ഔട്ട്പുട്ട് വന്നു, ചിലർക്ക് വരാൻ ചാൻസ് ഇല്ല. അവിടെ കോൺഫിഗറേഷൻ ഫയലിന് എററായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ ചാൻസ് ഉണ്ട്. കോൺഫിഗറേഷൻ എറർ. ഇപ്പൊ ഇവിടെ ഒരു ലൈനിൽ നിങ്ങൾക്ക് കാണും എഡിറ്റ് കോൺഫിഗറേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ പോയി നമ്മുടെ എഡിറ്റുള്ള റണ്ണിനകത്ത് എഡിറ്റ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എനിക്കിവിടെ പാത്തൊക്കെ കിടപ്പുണ്ട്. ഇവിടെ പൈത്തൺ ഇന്റർപ്രിറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? ഇതിനകത്ത് പാത്ത് നിങ്ങൾക്ക് കാണത്തില്ല. അപ്പൊ ഷോ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അല്ലെങ്കിൽ ഈ 3.6 നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആ പാത്ത് സെലക്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീരും. അഥവാ അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഫയലിൽ പോയി സെറ്റിംഗ്സിൽ പോയി നേരെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രൊജക്ട്, നിങ്ങളുടെ പേര് അല്ലെ, ആ പ്രൊജക്ട് ഇൻമേക്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പൈത്തൺ ഇന്റർപ്രിറ്റർ പോവുക. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ കാണിക്കുന്നുണ്ടല്ലോ ഈ പാത്ത് നമുക്ക് വേണ്ടത് exe ഫയലാണ് വരേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷോ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണും, ഇവിടെ പാത്ത് കാണിക്കും. അതും കാണിച്ചില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ പ്ലസ് സിമ്പിളെ ക്ലിക്ക് ചെയ്താൽ മതി. പ്ലസ് സിമ്പിളെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞ പാത്ത് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവര് നമുക്ക് ലൈവ് വരുമ്പോൾ അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇപ്പൊ എനിക്ക് ഔട്ട്പുട്ട് വന്നത് എന്തുകൊണ്ടാണ്, ആ ഫയൽ സെറ്റ് ചെയ്തിട്ടുകൊണ്ടാണ്. ഓക്കെ, ആ ഫയൽ സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇതെനിക്ക് ഓട്ടോമാറ്റിക്കലി വന്ന് കിടന്നതാണ്, പാത്ത് സെറ്റായി കിടന്നതാണ്. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെ കാണിക്കാതെ ഞാൻ കോൺഫിഗറേഷൻ ചെയ്തതെന്ന്. അങ്ങനെയല്ല, ഓട്ടോമാറ്റിക്കലി ഇത് എനിക്ക് സെറ്റ് ചെയ്ത് വന്നുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കൊടുക്കേണ്ടാതെ വന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ സെറ്റിങ്സിൽ പോയി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക്, അതായത് എഡിറ്റർ ഒക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ട് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിടാം. ഞാൻ സാധാരണ സൈസ് സെറ്റ് ചെയ്തിരുന്ന 20 ഒക്കെയാണ്. കുറച്ച് കാണാനും നമ്മൾ ഒത്തിരി നേരം നോക്കിയിരിക്കുമ്പോൾ നമുക്ക് അധികം പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ട്. ഓക്കെ, അപ്പം ഫയലിൽ പോയി നിങ്ങൾക്ക് സേവ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് അറിയാമല്ലോ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു ഓവറോൾ കാര്യങ്ങൾ. ഇതിന്റെ മോർ ഡീറ്റെയിൽസ് നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ നോക്കുന്നതാണ്. ഓക്കെ.